കോളേജ് തുറക്കുന്നതും സച്ചിൻ ടെണ്ടുൽക്കറും തമ്മിൽ എന്താണ് ബന്ധം? വൂക്ക വേൾഡും കോളേജ് വിദ്യാർത്ഥികളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒറ്റക്കണ്ണനായ രാജാവിൻ്റെ ചിത്രം വരച്ച ചിത്രകാരനിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഹായ്, ഞാൻ മുനീർ അമയൂർ. ഞാനൊരു പേഴ്സണൽ ഗ്രോത്ത് ആർക്കിടെക്റ്റാണ്. ഇന്ന് കോളേജുകളെല്ലാം തുറക്കുവാൻ പോവുകയാണല്ലോ. ഈ സമയത്ത് ഉള്ള ഒരു ബൂസ്റ്റർ ഡോസാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളൊരു കോളേജ് വിദ്യാർത്ഥിയോ അധ്യാപകനോ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലേ, സച്ചിൻ ടെണ്ടുൽക്കർ ലോകമെങ്ങും ആരാധകരുള്ള ക്രിക്കറ്റ് താരം. 1987 മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം നടക്കുന്ന സമയത്ത് അദ്ദേഹം സ്റ്റേഡിയത്തിലെ ബോൾ ബോയ് ആയിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം 14 വയസ്സ്. അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഐതിഹാസികമാണ്, അല്ലേ? 25 വർഷത്തോളമാണ് അദ്ദേഹം പ്രൊഫഷണൽ ക്രിക്കറ്റിൽ തുടർന്നത്. എങ്ങനെയാണ് ഇത്രയും കാലം അദ്ദേഹത്തിന് ഒരു പ്രൊഫഷണൽ പ്ലെയറായിട്ട് തുടരുവാൻ സാധിച്ചത്? സാധാരണഗതിയിൽ വളരെ വ്യത്യസ്തമായ ഒരു നേട്ടമാണ്, അല്ലേ, ഇത്ര ദീർഘമായ കാലം തുടരുക എന്നുള്ളത്. അതും റെക്കോർഡുകളിൽ നിന്ന് റെക്കോർഡുകളിലേക്ക് കുതിച്ചുകൊണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000-ലേറെ റൺസ്, 40-ലേറെ വിക്കറ്റുകൾ. അദ്ദേഹത്തെ തേടിയെത്തിയ പുരസ്കാരങ്ങളാവട്ടെ, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരമുണ്ട്, പത്മശ്രീ ഉണ്ട്, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ, റെക്കോർഡുകൾ. എന്താണ് അദ്ദേഹത്തിന് ഇത് സാധ്യമാക്കിയത്? മാറുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ കാതൽ. സ്പിൻ ബൗളേഴ്സും ഫാസ്റ്റ് ബൗളേഴ്സും ഒക്കെ അദ്ദേഹത്തെ മാറി മാറി പരീക്ഷിച്ചപ്പോഴും അദ്ദേഹം അതിനനുസരിച്ച് തൻ്റെ ബാറ്റിംഗ് ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി. കൃത്യമായി ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങ് ഔട്ടായാൽ പോലും വളരെ മാന്യമായി ക്രീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചിത്രം നമ്മുടെ മനസ്സുകളിലുണ്ട്. സ്ഥിരോത്സാഹിയായിരുന്നു അദ്ദേഹം. കൺസിസ്റ്റൻ്റ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിരുന്നു, അല്ലേ? സോ കൺസിസ്റ്റന്റ് മോട്ടിവേഷൻ, ഡിസിപ്ലിൻ, അതോടൊപ്പം ട്രാൻസ്ഫോർമേഷൻ, ഈ കാര്യങ്ങളാണ് അദ്ദേഹത്തെ ഒരു ഇതിഹാസമാക്കി മാറ്റിയത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഒരു ഇതിഹാസമായി മാറണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഡിസിപ്ലിൻ വേണം. ആരും നിങ്ങളെ നോക്കുവാനില്ലെങ്കിലും സ്വയം തൻ്റെ ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നോട്ട് നീങ്ങുവാനാകണം. നിങ്ങളുടെ സൂപ്പർവൈസർ നിങ്ങൾ തന്നെ ആയിരിക്കണം. സ്ഥിരോത്സാഹം വേണം. കാരണം നെഗറ്റിവിറ്റി പലയിടത്തും ഉണ്ടാകും. പലയിടത്തും നിങ്ങളെ തള്ളിക്കളയുന്നവരുണ്ടാകും. നിങ്ങളുടെ നെഗറ്റീവുകളെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് സൂം ചെയ്ത് കാണിക്കുന്നവരുണ്ടാകും. അവരോട് നോ പറഞ്ഞ് നിങ്ങളുടെ പ്ലസ്സുകളിലേക്ക്, നിങ്ങളുടെ കഴിവുകളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായാൽ അവിടെ നിങ്ങൾക്ക് സ്ഥിരോത്സാഹം ഉണ്ടാകും, ആത്മവിശ്വാസം ഉണ്ടാകും. അത് മാത്രം പോരാ, നിരന്തരം മാറിക്കൊണ്ടിരിക്കണം. ട്രാൻസ്ഫോർമേഷൻ നടക്കണം. ചേഞ്ച് മാത്രം പോരാ, ട്രാൻസ്ഫോർമേഷൻ നടക്കണം. എന്താണ് ഈ ട്രാൻസ്ഫോർമേഷൻ? അത് വരാൻ പോകുന്ന മാറ്റത്തെ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് തന്നിൽ മാറ്റങ്ങളെ സ്വാംശീകരിക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം ഇന്നത്തെ വേൾഡ് വൂക്ക വേൾഡാണ്. വൂക്ക വേൾഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ പ്രയോഗം ആക്ച്വലി വന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കുറേ സാമൂഹിക നിരീക്ഷകർ കോയിൻ ചെയ്തൊരു ടേമാണ്. ഇപ്പോൾ റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാവുകയും അതുമൂലം ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നതിനെ കുറിക്കുവാനായി ഉപയോഗിച്ച ഒരു പദമായിരുന്നു വൂക്ക. വൂക്ക എന്നാൽ V for volatile, U for uncertain, and C for complex, A for ambiguous. ഇന്നത്തെ ലോകക്രമത്തെ നിർണ്ണയിക്കുന്ന 4 വാക്കുകളാണിത്. വൂക്ക. ഇത് ഒരിക്കൽ ഉപയോഗപ്പെട്ടിരുന്നത്
ഉപയോഗിച്ചിരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെയുള്ള മറ്റ് മേഖലകളിൽ ഉള്ള കുതിച്ചുചാട്ടത്തെ സൂചിപ്പിക്കുവാനായിരുന്നുവെങ്കിൽ ഇന്ന് അത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ കടന്നു പോകുന്ന ലോകക്രമത്തെ സൂചിപ്പിക്കുന്നതാണ്, ന്യൂ നോർമലിനെ സൂചിപ്പിക്കുന്നതാണ്, പുതിയ ലോകക്രമത്തെ കുറിക്കുന്നതാണ്. വോളറ്റൈൽ എന്നാൽ ഒന്നും സ്ഥിരമല്ല എന്നർത്ഥം. സ്ഥിരമായിട്ടൊന്നുമില്ല, സ്ഥിരം ജോലിയില്ല, സ്ഥിരമായിട്ടുള്ള ഒരു സിലബസ് ഇല്ല, സ്ഥിരമായിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ല, സ്ഥിരമായിട്ടുള്ള ടെക്നോളജി ഇല്ല. ഇറ്റ്സ് വോളറ്റൈൽ. അൺസെർട്ടൈൻ എന്ന് വെച്ചാൽ ഒന്നിനും ഒരു ഉറപ്പുമില്ല, ആർക്കും ഒന്നും ഉറപ്പിച്ച് പറയുവാനാവില്ല. നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നാളെ ഉണ്ടാകുമോ അറിയില്ല. നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന ടെക്നോളജി നാളെ റെലവൻ്റ് ആയിരിക്കുമോ? ഐ ഡോണ്ട് നോ. നിങ്ങൾ ഇന്ന് പഠിക്കുന്ന സിലബസ് നാളെ പ്രയോജനപ്പെടുന്നതാകും എന്ന് ഉറപ്പുണ്ടോ? ആ സിലബസ് ഇട്ടവർക്ക് പോലും അക്കാര്യത്തിൽ ഉറപ്പ് നൽകുവാനാകില്ല. സോ വൂക്ക, വോളറ്റൈൽ, അൺസെർട്ടൈൻ ആൻഡ് ഇനി അടുത്തത് കോംപ്ലക്സ്. സി ഫോർ കോംപ്ലക്സ്. വളരെ സങ്കീർണമായ ലോകക്രമം, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനാവാത്ത, നാളെ എന്താകും എന്ന് പറയുവാനാകാത്ത ഒരവസ്ഥ, വളരെ സങ്കീർണമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. ഒരു ബിസിനസ് ആവട്ടെ, പഠനമാവട്ടെ, മറ്റെന്തുമാവട്ടെ, സങ്കീർണതകളിലൂടെ കടന്നു പോകുന്നു. അതിനിടയിൽ വിജയക്കൊടി പാറിക്കുവാനാകണം. ആൻഡ് എ ഫോർ ആംബിഗസ്. ആംബിഗസ് എന്ന് വെച്ചാൽ നമുക്ക് ഒന്നിനും ഒരു കൃത്യമായ തീരുമാനമെടുക്കാൻ പറ്റാത്ത, കൺഫ്യൂഷൻ നിറഞ്ഞ ഒരവസ്ഥ. ആംബിഗസ്. അതാണോ ശരി, ഇതാണോ ശരി, ആ വഴിയാണോ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്, അതോ ഈ വഴിയാണോ ഞാൻ പോവേണ്ടത്, ഏത് വഴി പോയാലാണ് ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക? ആംബിഗ്വിറ്റി. ഇത് നിറഞ്ഞ ഒരു ലോകത്താണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ ഇരിക്കുന്നത്. ഈ വൂക്ക വേൾഡിലെ വിദ്യാർത്ഥികളെയാണ് പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾ ഇന്ന് പഠിപ്പിക്കുന്നത്. കേരളത്തിലെ കലാലയങ്ങളിൽ ഫസ്റ്റ് ഇയേഴ്സിന് ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ക്ഷമിക്കണം, ഫൈനൽ ഇയേഴ്സിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഇയേഴ്സിന് ഏതാനും ദിവസങ്ങൾക്കകം ക്ലാസ്സുകൾ തുടങ്ങുവാനിരിക്കുന്നു. ഈ വേളയിൽ ഓർക്കേണ്ടത് ഇതാണ്, വൂക്ക വേൾഡിലാണ് നിങ്ങൾ. ഈ വൂക്ക വേൾഡിൽ റെലവൻ്റ് ആയിരിക്കണമെങ്കിൽ ക്ലാസ് റൂമിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയാൽ പോരാ, ആ ചുമരുകൾക്കപ്പുറത്ത് പറക്കുവാനാകണം. അങ്ങനെ പറക്കുന്ന സമയത്ത് ചിറകുകൾ മുളപ്പിക്കുവാനാകണം. കാരണം നിങ്ങൾക്ക് ഒന്നും ഉറപ്പിച്ച് പറക്കാൻ പറ്റില്ല. നിങ്ങളിത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലി കിട്ടുമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബെസ്റ്റ് ആവുമെന്ന് ഉറപ്പിക്കുവാൻ പറ്റില്ല. സോ അതുകൊണ്ട് എന്ത് വേണം? റിസ്ക് എടുക്കുവാനും, റിസ്ക് എടുത്ത് പറക്കുന്ന സമയത്ത് ചിറകുകൾ മുളക്കുമെന്നും ആ ചിറകുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പാറിപ്പറക്കുവാൻ ആകുമെന്നും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. വൂക്ക വേൾഡ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ പ്രോആക്റ്റീവ് ആവണം, റിയാക്റ്റീവ് ആകരുത്. എന്താണ് ഈ പ്രോആക്റ്റീവും റിയാക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ ചിന്തിക്കുന്നത്, ഓ ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ അല്ലേ, ഇനി ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ് ഒരു കല്യാണമൊക്കെ കഴിക്കാനാവുന്ന സമയത്ത് ജോലിയെക്കുറിച്ച് ചിന്തിക്കാം. അന്നത്തെ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് എനിക്ക് പ്രതികരിക്കാം. ഇതാണ് റിയാക്റ്റീവായിട്ടുള്ള ചിന്ത. എന്നാൽ പ്രോആക്റ്റീവായിട്ടുള്ള ചിന്ത മാറ്റങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ കരുക്കൾ നീക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അതിന് തയ്യാറാണോ എന്നാണ് എൻ്റെ ചോദ്യം. വൂക്ക വേൾഡിലാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഈ പുതിയ ലോകത്ത് വിജയിക്കുവാൻ ആവശ്യമായ മൈൻഡ് സെറ്റ്, സ്കിൽ സെറ്റ്, സോൾ സെറ്റ് ഇത് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഇതാണ് എൻ്റെ ചോദ്യം. അതാണെങ്കിൽ മാത്രമേ നിങ്ങൾ റെലവൻ്റ് ആയിരിക്കുകയുള്ളൂ എന്ന് ഓർക്കുക. നാസ്കോം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? നാസ്കോം IT ആൻഡ് സർവീസ് കമ്പനീസിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യയിൽ. നാസ്കോം നടത്തിയ ഒരു സർവേയിലെ കണ്ടെത്തൽ നിങ്ങൾ അറിയണം. അവർ പറയുന്നത് ഇന്ത്യയിലെ കോളേജുകളിൽ നിന്ന്
ഗ്രാജുവേറ്റ്സ് ആയിട്ട് പുറത്തിറങ്ങുന്നവരിൽ 10% ആളുകൾ മാത്രമേ റെഡിലി എംപ്ലോയബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള 90% അൺഎംപ്ലോയബിൾ ആണ്. അവരതിൽ ചൂണ്ടിക്കാണിച്ച കാരണം എന്താണ് എന്നറിയാമോ? ഈ 90% ആളുകൾ ഡിഗ്രി പാസ്സാകുന്നില്ല എന്നല്ല, അവർക്ക് മാർക്കില്ല എന്നല്ല, അവർ പഠിക്കുന്നത് മികച്ച കോളേജുകളിലല്ല എന്നുമല്ല. മറിച്ച് അവർ ചൂണ്ടിക്കാണിച്ച കാര്യം അവരുടെ സ്കിൽ സെറ്റും ഇന്നത്തെ ഇൻഡസ്ട്രിയുടെ റിക്വയർമെൻറ്റും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നതാണ് അവർ ചൂണ്ടിക്കാണിച്ച കാര്യം. കോളേജിൽ നിന്ന് ഇറങ്ങുന്ന വിദ്യാർത്ഥിക്ക് നേരിട്ടൊരു കമ്പനിയിൽ ജോലി കൊടുക്കാൻ പറ്റില്ല, അതിനുള്ള കഴിവില്ല എന്ന്. 10% എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഒരു കോളേജിൽ നിന്ന് 100 കുട്ടികൾ ഡിഗ്രി പാസ്സാവുന്നുണ്ടെങ്കിൽ 90 കുട്ടികളും ജോലി ഇല്ലാതെ നടക്കേണ്ടി വരുന്ന അവസ്ഥ. അതിന് ചൂണ്ടിക്കാണിച്ച കാരണത്തിലേക്കാണ് ശ്രദ്ധയൂന്നേണ്ടത്. സ്കിൽസ് നൈപുണി എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട് അല്ലേ? സോഫ്റ്റ് സ്കിൽസ് ആൻഡ് ഹാർഡ് സ്കിൽസ്. എന്താണത്? സോഫ്റ്റ് സ്കിൽസ് എന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല്, ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള സ്കില്ല്, ലീഡ് ചെയ്യുവാനുള്ള സ്കില്ല്, പ്രോബ്ലം സോൾവ് ചെയ്യുവാനുള്ള ശേഷി, ക്രിയേറ്റീവായി ചിന്തിക്കുവാനും പുതിയ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തുവാനുമുള്ള ത്രാണി. ഇതൊക്കെയാണ് സോഫ്റ്റ് സ്കിൽസ്. സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റണം. സ്ട്രെസ് മാനേജ് ചെയ്തുകൊണ്ട് ടീമായിട്ട് വർക്ക് ചെയ്യാനും ആ ടീമിനെ ലീഡ് ചെയ്യാനും ലക്ഷ്യത്തിലോട്ട് മുന്നേറാനും ആ ലക്ഷ്യത്തിൽ വരുന്ന പ്രതിബന്ധങ്ങളെ ക്രിയേറ്റീവായി ചിന്തിച്ചുകൊണ്ട് മറികടക്കുവാനുമാകണം. അതാണ് സോഫ്റ്റ് സ്കിൽ. ഇത് മാത്രം മതിയോ? പോരാ, ഹാർഡ് സ്കിൽ വേണം. ഹാർഡ് സ്കിൽ എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി ചെയ്യാൻ വേണ്ട കൃത്യമായിട്ടുള്ള ശേഷിയുണ്ടല്ലോ. അത് ഒരു പക്ഷേ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ശേഷിയാവാം, അതല്ലെങ്കിൽ ജസ്റ്റ് കാർപ്പൻട്രി വർക്ക് ചെയ്യാനുള്ള ശേഷിയാവാം. അതൊരു ഹാർഡ് സ്കില്ലാണ്. ടൈപ്പ് ചെയ്യാനുള്ള ശേഷി ഒരു ഹാർഡ് സ്കില്ലാണ്. സോ ഹാർഡ് സ്കില്ലും വേണം, സോഫ്റ്റ് സ്കില്ലും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വൂക്ക വേൾഡിൽ നിലനിൽപ്പുള്ളൂ. നിങ്ങളുടെ പാഠപുസ്തകങ്ങളിലെ വെളുത്ത പേജുകളിൽ അച്ചടിച്ച കറുത്ത അക്ഷരങ്ങളല്ല നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്നത് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. ക്യാമ്പസ് തുറക്കുമ്പോൾ നിങ്ങൾ കടന്നു ചെല്ലുന്നത് പഴയ ക്യാമ്പസിലേക്കല്ല, പുതിയ വൂക്ക വേൾഡിലെ ക്യാമ്പസിലേക്കാണ്. ഇവിടെ ഡിമാൻഡ്, ഇവിടുത്തെ കറൻസി സ്കില്ലാണ്. ശേഷികൾ വികസിപ്പിക്കുവാനും അതിന് വേണ്ട കാര്യങ്ങൾ തേടി പിടിക്കുവാനും പറ്റണം. എവിടെ നിന്നൊക്കെ കിട്ടുമോ അവിടെ നിന്നൊക്കെ അത് ശേഖരിച്ചു കൊണ്ടേയിരിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ് സ്കിൽ നിങ്ങൾക്കറിയാം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ തന്നെയാണ് അല്ലേ? ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ, അതോടൊപ്പം ഫ്രണ്ട്സിനെ ഉണ്ടാക്കുവാൻ, ആവശ്യമെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആളുകളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ, ഒരു ഇൻ്റർവ്യൂ മനോഹരമായിട്ട് അറ്റൻഡ് ചെയ്യുവാൻ, ഇതിനൊക്കെ സാധിക്കണ്ടേ? ഇതിനൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണ്ടേ? ആളുകളുടെ മുന്നിൽ എണീറ്റ് നിന്ന് 4 വാക്ക് സംസാരിക്കുവാനുള്ള ത്രാണി, അത് ഇന്ന് ജീവവായുവിനെ പോലെ പ്രധാനമാണ് എന്നറിയുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ ഒരു കാര്യം, ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ മെച്ചപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സോഫ്റ്റ് സ്കിൽ ഉണ്ടാവണം. സോഫ്റ്റ് സ്കിൽസിൻ്റെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മെച്ചപ്പെടും. സോ ഇതിലുള്ളൊരു കാര്യം, നിങ്ങൾ ഈ മെഹ്റാബിയൻ പ്രിൻസിപ്പിൾ എന്ന് ധാരാളം കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിൽ പറയുന്നത്, നിങ്ങൾ കേട്ട തിയറി ഞാൻ ആദ്യം പറയാം. കമ്മ്യൂണിക്കേഷനിൽ പ്രാധാന്യം വേർഡ്സിന്, ഞാൻ സംസാരിക്കുന്ന വാക്കുകൾക്ക് വെറും 7%, 38% പ്രാധാന്യം ഈ വാക്കുകൾ എങ്ങനെ പറയുന്നു, അതായത് അതിൻ്റെ സ്ട്രെസ്, മോഡുലേഷൻ, ഇൻറ്റോണേഷൻ, ഇതൊക്കെ. ബാക്കിയുള്ള 55% പ്രാധാന്യം ബോഡി ലാംഗ്വേജിനാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ അതിൽ ചെറിയൊരു അൺലേണിംഗ് നടത്തണം കേട്ടോ. ഈ പറഞ്ഞത് ശരിയാണ്, പക്ഷേ മെഹ്റാബിയൻ പറയുന്നുണ്ട് ഇത് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇത് പ്രധാനപ്പെട്ടത്.
നിങ്ങൾ അതല്ലാത്ത ഒരു സ്പീച്ച് നടത്തുകയാണെങ്കിൽ അതിനകത്ത് 7% മാത്രമല്ല കേട്ടോ പ്രാധാന്യം വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതും പ്രധാനമാണ്. അതോടൊപ്പം ബോഡി ലാംഗ്വേജും പ്രധാനപ്പെട്ടതാണ്, വോയിസ് ടോണും പ്രധാനപ്പെട്ടതാണ്. ഞാനത് പ്രത്യേകം എടുത്തു പറയുവാനുള്ള ഒരു കാരണം ഈ മെഹ്റാബിയൻ പ്രിൻസിപ്പിൾ പലപ്പോഴും തെറ്റായിട്ട് പലരും കോട്ട് ചെയ്യാറുണ്ട്. എല്ലാ കമ്മ്യൂണിക്കേഷനിലും 7% മാത്രമാണ് വേർഡ്സിന് എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. വേർഡ്സിന് നല്ല പ്രാധാന്യമുണ്ട്. പറയുവാനുള്ള കാര്യങ്ങൾ കൃത്യമായിരിക്കുക തന്നെ വേണം, പറയുവാനുള്ള ശേഷിയും വേണം. അപ്പോൾ ഈ ഒരു കാര്യം ആദ്യം മനസ്സിൽ വെക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും മികച്ചതാക്കുവാനുള്ള ഒരു കോഡ് പറഞ്ഞു തരട്ടെ. ഈ കോഡ് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് മനോഹരമായിട്ട് നിങ്ങളുടെ സ്കിൽ സെറ്റ് മെച്ചപ്പെടുത്തുവാനാകും. ആ കോഡ് പറയാം. സോഫൻ, അതിൻ്റെ സ്പെല്ലിംഗ് SOFTEN, സോഫൻ. എസ് ഫോർ സ്മൈൽ, പുഞ്ചിരിക്കുക. ആളുകളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരു പാലം സൃഷ്ടിക്കുവാനാകും. ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ ചെല്ലുമ്പോൾ ഒന്ന് കോൺഫിഡൻസോടെ പുഞ്ചിരിച്ചാൽ തന്നെ ഒരു ഗുഡ് ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്യണമെന്ന് കരുതുക, കോളേജിലെ പ്രൊജക്റ്റ്. ആ സമയത്ത് നിങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് വീണ് കഴിഞ്ഞു. നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഗ്രേറ്റ് ഫസ്റ്റ് ഇംപ്രഷൻ അതോടെ കിട്ടിക്കഴിഞ്ഞു. സോ സ്മൈൽ, ഹൃദയത്തിൽ നിന്ന് പുഞ്ചിരിക്കുക. ദാറ്റ്സ് വൺ തിങ്. ദെൻ O for open posture. O for open posture. നമ്മൾ പറഞ്ഞു ശരീരഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നല്ലേ. പോസ്റ്റർ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ നിൽക്കുന്നു, സംസാരിക്കുന്ന സമയത്ത് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ പോസ്റ്റർ ഓപ്പൺ പോസ്റ്റർ ആവണം എന്ന് പറഞ്ഞാൽ ശരീരം തുറന്ന ഒരു ഭാഷയായിരിക്കണം എന്നർത്ഥം. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെയാണ് എന്നൊന്ന് വിചാരിച്ചു നോക്കൂ. തല കുമ്പിട്ട് ഓപ്പൺ അല്ല. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ ഇപ്പോൾ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ സംസാരിക്കുമ്പോൾ. ഇത് ഇങ്ങനെ പിടിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളോട് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഓപ്പൺ പോസ്റ്റർ എന്ന് വെച്ചാൽ ശരീരം ഓപ്പണായി സംസാരിക്കാൻ പറ്റണം. പിന്നെ ഒരു കാര്യം ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. ഈ ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ് പൊതുവിൽ നെഗറ്റീവാണ് എന്ന് പറയുമെങ്കിലും എപ്പോഴും അത് അങ്ങനെ ആവണം എന്നില്ല. ഉദാഹരണത്തിന് നിങ്ങൾ മൂന്നാറിലോട്ട് ടൂറ് പോയിട്ട് അവിടുന്ന് നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ് ആയതുകൊണ്ടല്ല, തണുത്തിട്ടായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ പ്രൊഫഷണലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ഓപ്പൺ ബോഡി ലാംഗ്വേജ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ഓപ്പൺ പോസ്ചർ എന്നുള്ളത് ഓർത്ത് വെക്കണം. ഓക്കെ. സോ എസ് ഫോർ സ്മൈൽ, ഓ ഫോർ ഓപ്പൺ പോസ്ചർ. അടുത്തത് എന്താണ്? എഫ് ഫോർ ഫോർവേഡ് ലീൻ. ഫോർവേഡ് ലീൻ എന്ന് വെച്ചാൽ ഒരല്പം മുന്നോട്ടായിരിക്കുക. നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിനോട് സംസാരിക്കുകയാണ് എന്ന് കരുതുക. ഒരല്പം മുന്നോട്ടായി സംസാരിക്കുക. അങ്ങനെ മുന്നോട്ടായുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഈ അരഭാഗത്ത് നിന്ന് ശരീരം ഇങ്ങനെ മുന്നോട്ട് നീങ്ങണം കേട്ടോ. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങണം. അതല്ലാതെ ഇവിടെ മാത്രമായി കഴിഞ്ഞാൽ ഇതൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ബോഡി ലാംഗ്വേജ് ആയിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെയല്ല, ഒരല്പം മുന്നോട്ട് ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഒന്ന് സംസാരിക്കുക. ഒരല്പം ഫോർവേഡ് ലീൻ എന്നാൽ അത് നിങ്ങൾക്ക് ആ കമ്മ്യൂണിക്കേഷനിൽ, ആ ഒരു കോൺവെർസേഷനിൽ താല്പര്യമുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഫോർവേഡ് ലീൻ ചെയ്യാനായിട്ട് ഒന്നാകെ മുന്നോട്ട് പോവേണ്ട കാര്യമില്ല, ഒരല്പം മുന്നോട്ട്. ഓക്കെ. സോ എഫ് ഫോർ ഫോർവേഡ് ലീൻ. എന്താണ് അടുത്ത അക്ഷരം? ടി ഫോർ ടച്ച്. കമ്മ്യൂണിക്കേഷനിൽ ടച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഷെയ്ക്ക് ഹാൻഡ്. ഈ ഷെയ്ക്ക് ഹാൻഡ് വളരെ കോൾഡായിട്ട് നൽകരുത്, എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ട് എല്ല് ക്രഷ് ചെയ്യുന്ന രൂപത്തിലും നൽകരുത്. ഗിവ് എ ഫേം ഹാൻഡ് ഷേക്ക്. കണ്ണിൽ നോക്കി പുഞ്ചിരിച്ച് നല്ലൊരു ഹാൻഡ് ഷേക്ക് അങ്ങ് കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ്, ഇ ഫോർ ഐ കോൺടാക്ട്. സംസാരിക്കുന്ന സമയത്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റണം, മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റണം. അത് നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ ഏറ്റവും വലിയ
ലക്ഷണമാണ് എന്നറിയുക. ഈ ഐ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലേ, 2 കണ്ണ് മൂക്ക്, ഈ ഭാഗത്തോട്ടാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. അതല്ലാതെ കണ്ണിലോട്ട് ഇങ്ങനെ തുറിച്ച് നോക്കണം എന്നല്ല ഇതിനർത്ഥം. കാരണം ചിലർ ഐ കോണ്ടാക്ട് വേണമെന്ന് പറയുമ്പോൾ നേരെ തുറിച്ച് നോക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കി അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയല്ല, മുഖത്ത് നോക്കി സംസാരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് N ഫോർ നോട്ട്. നോട്ട് എന്ന് വെച്ചാൽ തലകുലുക്കൂലേ നമ്മൾ, ഫീഡ്ബാക്ക് കൊടുക്കണം കമ്മ്യൂണിക്കേഷനിൽ. നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊരാൾ ചോദിച്ചാൽ അതിന് യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളൊരു ഉത്തരം, യെസ് അല്ലെങ്കിൽ നോ. ഈ ഒരു ഉത്തരം തലകുലുക്കിക്കൊണ്ട് അതല്ലെങ്കിൽ അതിനൊരു റിപ്ലൈ കൊടുക്കണം, ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടാകണം. ഇതാണ് സോഫൻ. ഒന്നുകൂടി പറയാം. യെസ് ഫോർ സ്മൈൽ, O for open posture, F for forward lean, T for touch, and E for eye contact, and N for note. ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കിൽ മെച്ചപ്പെടുത്തുവാനായിട്ട് ഫോളോ ചെയ്യണം. അത് സോഫ്റ്റ് സ്കില്ലിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ എന്നറിയുക. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ വൂക്ക വേർഡിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ എടുത്ത് ചാടണം. അതായത് പ്രോആക്റ്റീവ് ആയിക്കൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങിയിട്ട് ആ യാത്രയിൽ ചിറക് മുളപ്പിക്കണം. അതിനായിട്ട് സിലബസിൽ ഒതുങ്ങിയാൽ പോരാ, നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കണം. അപ്സ്കിൽ ചെയ്യണം, റീസ്കിൽ ചെയ്യണം, അൺലേൺ ചെയ്യണം, റീലേൺ ചെയ്യണം. നിങ്ങൾ നിങ്ങളെ തന്നെ റീഇൻവെന്റ് ചെയ്യണം. അതിന് സഹായകമാകുന്ന ധാരാളം റിസോഴ്സസ് ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് NPTEL, ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കോഴ്സുകൾ കിട്ടും. യൂഡെമി എന്നുള്ള ആപ്പിനകത്ത് ധാരാളം കോഴ്സുകൾ കിട്ടും. സ്കിൽഷെയർ മറ്റൊരു ആപ്പാണ് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന. edX, coursera.com, ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള നല്ല മികച്ച കോഴ്സുകൾ നിങ്ങളുടെ ഏരിയയിൽ തന്നെ ചെയ്യുവാനാകും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സിലബസിൻ്റെ ഉള്ളിലോട്ട് ഒതുങ്ങാതെ അതിന് പുറത്തോട്ട് പറക്കുവാനുള്ള ചിറകുകൾ ഉണ്ടാക്കുക. എല്ലാം ശരിയായിട്ട് നിങ്ങൾക്ക് പറക്കുവാൻ പറ്റില്ല എന്ന് കൂടി അറിയുക. ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് നീങ്ങുക. നിങ്ങൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നെഗറ്റീവ് പറയാൻ ചിലപ്പോൾ ഒരുപാട് ആളുണ്ടാവും. പക്ഷെ ആ നെഗറ്റീവ് അവിടെ ഇരിക്കട്ടെ. നെഗറ്റീവ് ശ്രദ്ധിക്കണം, മെച്ചപ്പെടുത്തണം. പക്ഷെ ആ നെഗറ്റീവിലോട്ട് തന്നെ ആദ്യം ശ്രദ്ധ കൊടുത്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള കോൺഫിഡൻസ് ചിലപ്പോൾ നഷ്ടമായേക്കും. സോ അതുകൊണ്ട് നിങ്ങളുടെ പോസിറ്റീവ് എന്താണ്, ഇതിലോട്ട് ചിന്തിക്കൂ. നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവുകളില്ലേ. നിങ്ങൾക്ക് നന്നായിട്ട് പുഞ്ചിരിക്കുവാനാവില്ലേ, നന്നായിട്ട് സംസാരിക്കുവാനാവില്ലേ, അതല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ അല്ലേ, നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റില്ലേ, അതല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്ളോഗർ ആയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു മികച്ച ശേഷിയില്ലേ, അതിൽ സന്തോഷിക്കുക, അഭിമാനിക്കുക. അങ്ങനെ യാത്ര തുടങ്ങുമ്പോഴാണ് മുന്നോട്ട് പോകുവാനുള്ള ശക്തി കിട്ടുക. അങ്ങനെ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നെഗറ്റീവുകളിൽ ശ്രദ്ധിക്കാം, ഫീഡ്ബാക്കുകൾക്ക് അനുസരിച്ച് മെച്ചപ്പെടുത്താം. പക്ഷെ തുടക്കത്തിൽ തന്നെ ആ നെഗറ്റീവ് പാർട്ടിലോട്ടല്ല ശ്രദ്ധ ചെയ്യുന്നേണ്ടത്, പോസിറ്റീവിലോട്ടാണ്, നിങ്ങളുടെ സ്ട്രെങ്ത്തുകളിലോട്ടാണ്. ഒരിക്കൽ ഒരു കൊട്ടാരത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജകൊട്ടാരത്തിൻ്റെ ചുമരിൽ അവിടുത്തെ കഴിഞ്ഞുപോയ രാജാക്കന്മാരുടെ എല്ലാം ഛായാചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. മുതുമുത്തച്ഛന്മാരുടെ കാലം മുതൽക്കുള്ള ചിത്രങ്ങളെല്ലാം അവിടെയുണ്ട്. ഇത് കണ്ടപ്പോൾ ആ രാജാവിനും ഒരു ആഗ്രഹം തോന്നി. തൻ്റെ ചിത്രവും അവിടെ പ്രദർശിപ്പിക്കണം. തൻ്റെ കാലശേഷം തന്നെ ഓർക്കുവാൻ അത് അനിവാര്യമാണ്. അങ്ങനെ അദ്ദേഹം ആ നാട്ടിലൊക്കെ വിളംബരം ചെയ്തു. രാജാവിൻ്റെ ഛായാചിത്രം വരയ്ക്കുവാൻ താല്പര്യപ്പെടുന്ന ചിത്രകാരന്മാർ കൊട്ടാരത്തിലെത്തുക, വരയ്ക്കുന്നവർക്ക് വലിയ സമ്മാനങ്ങൾ നൽകുന്നതാണ് എന്ന്. പക്ഷേ ഒരൊറ്റ ചിത്രകാരനും ആ രാജ്യത്ത് മുന്നോട്ട് വന്നില്ല. എന്തായിരുന്നു കാരണം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ രാജാവിന് ഒരു കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കണ്ണ്
ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട് ആ ഭാഗം വികൃതമായിരുന്നു. രാജാവിൻ്റെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ആ വികൃതമായ കണ്ണും അതുപോലെ തന്നെ വരയ്ക്കേണ്ടി വരും. അങ്ങനെ വരച്ചാൽ ഒരു പക്ഷേ ആ ചിത്രകാരൻ്റെ തലയ്ക്ക് മുകളിൽ തല കണ്ടു എന്ന് വരില്ല. ഇതായിരുന്നു ചിത്രകാരന്മാരെ എല്ലാം പിന്നോട്ട് വലിച്ച പ്രശ്നം. അങ്ങനെ ഒരാളും മുന്നോട്ട് വന്നില്ല. അവസാനം ഒരു ചിത്രകാരൻ രാജകൊട്ടാരത്തിലേക്ക് ധൈര്യസമേതം കടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ റെഡിയാണ് അങ്ങയുടെ ചിത്രം വരയ്ക്കുവാൻ, അങ്ങ് എനിക്ക് സമയം അനുവദിക്കുക. അങ്ങനെ കൊട്ടാരത്തിൽ പോയി എന്ന വിവരം അറിഞ്ഞ് മറ്റ് ചിത്രകാരന്മാരൊക്കെ ഇദ്ദേഹത്തോട് വളരെ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പല രൂപത്തിൽ പറഞ്ഞു നോക്കി, നിങ്ങളിത് ചെയ്യരുത്, കാരണം നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ ആ രാജാവിൻ്റെ വികൃതമായ കണ്ണുകൂടി വരക്കണ്ടേ, അത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങളെ രാജാവ് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതല്ല, ഇനി നിങ്ങൾ ആ കണ്ണ് വെച്ച് വരച്ചാൽ അത് തെറ്റായ ചിത്രമാണ് എന്ന് പറഞ്ഞും നിങ്ങളുടെ തല വെട്ടില്ലേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു വിഡ്ഢിത്തം ചെയ്യുന്നത്? ഇതിനോട് വളരെ പുഞ്ചിരിച്ചുകൊണ്ടാണ് ആ ചിത്രകാരൻ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞു, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇങ്ങനെ അദ്ദേഹം അവരോട് പറഞ്ഞു. എന്നിട്ട് 7 ദിവസം സമയമെടുത്ത് അദ്ദേഹം ആ ചിത്രം പൂർത്തിയാക്കി. രാജകൊട്ടാരത്തിൽ ആ ചിത്രം ഇങ്ങനെ ഒരു കർട്ടൻ കൊണ്ട് മറച്ചിങ്ങനെ വെച്ചു. രാജാവ് ചിത്രം കാണുവാനായിട്ട് എഴുന്നള്ളുന്ന സമയമെടുത്തു. അപ്പോൾ അവിടെ കൊട്ടാരത്തിലുണ്ടായിരുന്നവരും കൊട്ടാരമുറ്റത്ത് തടിച്ചുകൂടിയ പരിവാരവും ഹൃദയത്തിൽ വലിയ ഭീതിയോടെയാണ് നിന്നത്. അടുത്ത നിമിഷം ഒരുപക്ഷെ ആ ചിത്രകാരൻ്റെ തലവെട്ടുവാനുള്ള ഉത്തരവ് ഉണ്ടായേക്കാം. രാജാവ് ആ ചിത്രം കാണുവാനായി വന്നുകൊണ്ടിരിക്കുകയാണ്. രാജാവ് അവിടെ എത്തി. ആ കർട്ടൻ പതുക്കെ നീക്കി. രാജാവിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അദ്ദേഹം സ്വർണങ്ങളും രത്നങ്ങളും എല്ലാം എടുത്ത് ഈ ചിത്രകാരൻ്റെ നേരെ വാരി വിതറിക്കൊണ്ട് പറഞ്ഞു, ഇതെല്ലാം താങ്കൾക്കുള്ള സമ്മാനമാണ്, ഇഷ്ടമുള്ളത്ര നിങ്ങൾ എടുത്തുകൊള്ളുക. ഇത് കണ്ട അത്ഭുതത്തോടെ അവിടെ കൂടിയ ആളുകളൊക്കെ ചിത്രകാരനെ നോക്കി അവർ കൈയടിച്ചു. എന്ത് ചിത്രമാണ് ഇദ്ദേഹം വരച്ചത് എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? ഇദ്ദേഹം വരച്ചത് രാജാവ് ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുന്ന സമയത്ത് ഒരു മാനിനെ അമ്പെയ്യുന്ന ചിത്രമാണ് വരച്ചത്. മാനിനെ ഇങ്ങനെ അമ്പെയ്യുന്ന സമയത്ത് ഒരു കണ്ണ് അടച്ചു പിടിച്ചിട്ടാണ് അമ്പെയ്യുന്നത്. ആ ചിത്രമാണ് വരച്ചത്. അപ്പോൾ വളരെ ധൈര്യം സ്ഫുരിക്കുന്ന ചിത്രം. അതേസമയം വികൃതമായ കണ്ണ് അടച്ചു പിടിച്ചിട്ടാണ് അതിൽ വരച്ചത്. അതുകൊണ്ട് ആ വൈരുദ്ധ്യം ചിത്രത്തിലില്ല. എന്നാൽ രാജാവിൻ്റെ മുഖത്ത് ഗാംഭീര്യമുണ്ട്, ധൈര്യമുണ്ട്. അതിമനോഹരമായ ചിത്രം അദ്ദേഹം വരച്ചു. ഈ ചിത്രത്തിനാണ് അദ്ദേഹത്തിന് സമ്മാനങ്ങളൊക്കെ കിട്ടിയത്. ഈ ചിത്രകാരനും നിങ്ങളും തമ്മിൽ എന്താണ് സാമ്യം അല്ലെങ്കിൽ വ്യത്യാസം? ചിത്രകാരൻ കണ്ടത് ഏതൊരു നെഗറ്റീവ് സാഹചര്യത്തെയും ഏതൊരു വൈരൂപ്യത്തെയും എങ്ങനെ ക്രിയേറ്റീവായിട്ട് അതിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നാണ്. ചിത്രകാരൻ ഫോക്കസ് ചെയ്തത് നല്ല കണ്ണിലാണ്, വികൃതമായ കണ്ണിലായിരുന്നില്ല. ഇതുപോലെ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? വീക്ക്നെസ്സിനെ തൽക്കാലം മാറ്റിവെച്ച് നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്ത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങൂ. അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ വീക്ക്നെസ്സിനെ കൂടി ശ്രദ്ധിക്കൂ. ആ വീക്ക്നെസ് നവീകരിക്കുവാൻ ആവശ്യമായ ഫീഡ്ബാക്കുകൾ സ്വീകരിക്കൂ, മുന്നോട്ട് നീങ്ങൂ. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. അതാണ് പ്രോബ്ലം സോൾവിങ്ങിനുള്ള മാർഗം. ക്രിയേറ്റിവിറ്റി ഈസ് ദി സൊല്യൂഷൻ ടു അൺസർട്ടനിറ്റി. അനിശ്ചിതത്വത്തിനുള്ള പരിഹാരമാണ് ക്രിയാത്മകത. നമുക്ക് ക്രിയാത്മകമായിട്ട് മുന്നോട്ട് നീങ്ങാം. ക്രിയാത്മകമായിട്ട് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, വിജയം അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ്. വേണ്ടാം എന്ന് പേരുള്ള
ഒരു പെൺകുട്ടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലാണ് ഈ പെൺകുട്ടി ജനിച്ചത്. ബിടെക്കിന് പഠിച്ച കുട്ടിയാണ്. വേണ്ടാം എന്ന തമിഴ് പേരിൻ്റെ അർത്ഥം എന്താണ് എന്നറിയാമോ? വേണ്ടാത്തവൾ എന്നാണ് ആ വാക്കിനർത്ഥം. വേണ്ടാത്തവൾ എന്ന് സ്വന്തം അച്ഛനും അമ്മയും മകൾക്കിട്ട പേര്. അവർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ആൺകുട്ടിയായിരുന്നു, പിറന്നത് പെൺകുഞ്ഞ്. അങ്ങനെ ഇട്ട പേരാ വേണ്ടാം എന്ന്. വേണ്ടാത്തവൾ എന്ന പേരുമായി വളരുന്ന ഒരു പെൺകുട്ടി നഴ്സറി ക്ലാസ്സുകളിലും സ്കൂളിലുമൊക്കെ നേരിടേണ്ടി വരുന്ന അപഹാസത്തിൻ്റെ ശരങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ. ആ വേദനയുടെ ഒരംശമെങ്കിലും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഈ പെൺകുട്ടി ഇങ്ങനെ വളരുമ്പോൾ കുത്തുവാക്കുകൾ കേട്ട് വളരുകയാണ്. അതിനിടയ്ക്ക് അച്ഛനും അമ്മയ്ക്കും മനംമാറ്റം വന്നു. മോളുടെ പേര് മാറ്റണമെന്നൊക്കെ അവർക്ക് തോന്നി. പക്ഷേ അവർക്ക് അതെങ്ങനെ ചെയ്യണം എന്നുള്ള അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പെൺകുട്ടി വളർന്ന് വലുതായി, കോളേജിൽ ചേരുവാനുള്ള പ്രായമായി, ബിടെക്കിന് ചേർന്നു. അപ്പോഴും പേര് വേണ്ടാത്തവൾ എന്നാണ്, ആർക്കും വേണ്ടാത്തവൾ. ആ പെൺകുട്ടി പഠിച്ച് ഫൈനൽ ഇയറിൽ എത്തിയപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു ജാപ്പനീസ് കമ്പനിയിൽ പ്ലേസ്മെന്റ് ലഭിച്ചു. അതും ഏകദേശം 20 ലക്ഷം ഇന്ത്യൻ രൂപ വാർഷിക ശമ്പളത്തിൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. വേണ്ടാമെന്ന പേരുമായി ജനിച്ചവൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവളായി മാറുന്ന കാഴ്ച. ഇതെങ്ങനെ സാധ്യമായി എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? ഈ പെൺകുട്ടി ഈ കോഴ്സിൻ്റെ കൂടെ ബിടെക്കിൻ്റെ കൂടെ ജാപ്പനീസ് ഭാഷ കൂടി പഠിച്ചു. അതോടൊപ്പം തൻ്റെ സ്കിൽ സെറ്റ് നവീകരിച്ചെടുത്തു. സ്കിൽ സെറ്റും അതിൽ സോഫ്റ്റ് സ്കില്ലും ഹാർഡ് സ്കില്ലും ഒക്കെ നവീകരിച്ചെടുത്തു, അപ്സ്കിൽ ചെയ്തു, അപ്ഗ്രേഡ് ചെയ്തു. അതുകൊണ്ട് ഈ വേണ്ടാത്തവൾ എന്നുള്ളവർ എല്ലാവർക്കും വേണ്ടവളായി മാറി. അവിടെ തീരുന്നില്ല. ഈ പെൺകുട്ടിയെ തിരുവള്ളൂർ ജില്ലയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് അവിടുത്തെ ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചു. ഇതാണ് മധുരമുള്ള പ്രതികാരം എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അൺസർട്ടനിറ്റിക്ക് മറുപടി നൽകേണ്ടത് ക്രിയേറ്റിവിറ്റിയിലൂടെയാണ്, ക്രിയാത്മകതയിലൂടെയാണ്. ക്രിയാത്മകമായി കാര്യങ്ങളെ സമീപിച്ച് നെഗറ്റീവുകളെ തനിക്ക് അനുകൂലമാക്കി മാറ്റി തൻ്റെ കഴിവുകളിൽ ഫോക്കസ് ചെയ്ത് മുന്നേറുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? പഴയ കാര്യങ്ങളെ അൺലേൺ ചെയ്ത്, തെറ്റായ ലേണിങ്ങുകളെ അൺലേൺ ചെയ്ത് പുതിയ ട്രെൻഡിനനുസരിച്ച് റീലേൺ ചെയ്യുവാൻ നിങ്ങൾ ഒരുക്കമാണോ? വൂക്ക വേൾഡിൽ മാറ്റത്തിൻ്റെ, ട്രാൻസ്ഫോർമേഷൻ്റെ പതാകവാഹകരാകുവാൻ, പ്രോ ആക്റ്റീവായി കാര്യങ്ങളെ സമീപിക്കുവാൻ, അങ്ങനെ ധൈര്യത്തോടെ മുന്നോട്ടുള്ള ആദ്യ ചുവടെടുക്കുവാൻ, ക്ലാസ് റൂമിൻ്റെ ചുമരുകൾക്കപ്പുറമുള്ള വിശാലമായ വിഹായസിലേക്ക് ചിറകുകൾ അടിച്ച് പറന്നുയരുവാൻ നിങ്ങൾ ഒരുക്കമാണോ? ആണ് എന്നാണ് ഉത്തരമെങ്കിൽ ഭാവി നിങ്ങൾക്കുള്ളതാണ്. അല്ല എന്നാണ് ഉത്തരമെങ്കിൽ റീതിങ്ക് ആൻഡ് റീഡിസൈൻ യുവർ ലൈഫ്. All the best for your success. Thank you for listening. I'm Munir Ramayur signing off. My phone number is 9956588836. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഒരൊറ്റ ലേണിംഗ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന ഒരു ലേണിംഗ് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ, നിങ്ങൾക്കുള്ള സജഷൻസ് ഇതെല്ലാം ഇതിനടിയിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു വൺസ് അഗെയിൻ.